ഖത്തർ ഇസ്ലാമിക മതകാര്യ മന്ത്രാലയം സംഘടിപ്പിച്ച ഫോട്ടോഗ്രഫി മത്സരത്തിൽ വിജയത്തിലക്കവുമായി മലയാളികൾ. നേച്ചർ ആൻഡ് വൈൽഡ് ലൈഫ് വിഭാഗത്തിൽ 3 സ്ഥാനങ്ങളും മലയാളികൾക്കാണ്. 49 രാജ്യങ്ങളിൽ നിന്നായി 694 പേരാണ് 3 വിഭാഗങ്ങളിലായി മത്സരിച്ചത്. അന്താരാഷ്ട്ര തലം ഖത്തറിൽ നിന്നുള്ളവർക്ക് മാത്രമായി ഒരുക്കിയ നേച്ചർ ആൻഡ് വൈൽഡ് ലൈഫ്, ക്രിയേറ്റേഴ്സ്, ക്രിയേറ്റിവിറ്റി എന്നീ വിഭാഗങ്ങളിലായാണ് മത്സരം നടന്നത്. നേച്ചർ ആൻഡ് വൈൽഡ് ലൈഫ് വിഭാഗത്തിൽ പൊന്നാനി സ്വദേശി മുഹമ്മദ് അഷ്റഫ് കാരിയിൽ 1ഉം, ഗുരുവായൂർ സ്വദേശി നിഫിബ സുനീർ 2ാം സ്ഥാനവും, ചാവക്കാട് സ്വദേശി അബ്ദുൽ സലീം 3ാം സ്ഥാനവും നേടി. ഔക്കാഫിന്റെ 5th എഡിഷനാണ് ഇത് മത്സരമുള്ളത്. അതായത് അവര് 3 ചാനലിലായിട്ടാണ് ഇപ്രാവശ്യം മത്സരം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്ന് നമ്മുടെ ഇന്റർനാഷണൽ ലെവലിൽ എല്ലാവർക്കും ഖത്തറിന് പുറത്തുള്ള എല്ലാവർക്കും പങ്കെടുക്കുന്ന രീതിയിൽ, പിന്നെ ഒന്ന് വേറെ എല്ലാവർക്കും നാഷണൽ തന്നെ എല്ലാവർക്കും പങ്കെടുക്കുന്ന രീതിയിൽ, പിന്നെ വൈൽഡ് ലൈഫ് നാച്ചുറലായിട്ട് ഖത്തറിനകത്തുള്ള ആൾക്കാർക്ക് ഖത്തറിൽ നിന്നെടുത്ത പടങ്ങൾ മാത്രം സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ ഖത്തറിൽ നിന്നെടുത്ത മാത്രം പടങ്ങൾ സബ്മിറ്റ് ചെയ്തതിലാണ് ഇപ്പോൾ നമുക്ക് നവീനറായിട്ടുള്ളത്. വർഷങ്ങളായി ഫോട്ടോ ഫ്രെയിമുകൾ തേടി നാട് ചുറ്റുന്ന അഷ്റഫിന്റെ നീർക്കാക്ക മീൻ പിടിക്കുന്ന ചിത്രമാണ് 1ാം സ്ഥാനം നേടിയത്. വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് അത് ശുദ്ധീകരിച്ച വെള്ളം വെക്കുന്നൊരു ഒരു പോണ്ട് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് എടുത്ത പടങ്ങളാണത്. ഫോട്ടോഗ്രാഫിനോട് താല്പര്യം തോന്നിയത് കറക്റ്റ് പറയാൻ പറ്റില്ല എന്ന് മുതലാണെന്നുള്ളത്. അത് നമ്മളെ ഇതിലിങ്ങനെ ഉണ്ടായിരുന്നൊരു ഹോബിയായിരുന്നു. അത് സീരിയസ് ആയിട്ട് തുടങ്ങിയത് ഇപ്പോൾ ഒരു 6-7 വർഷമായിട്ട് വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഫോട്ടോ എടുക്കാൻ പോവാറ് സാധാരണ നമ്മൾ ഗ്രൂപ്പായിട്ട് തന്നെ പോവാറ്. ഇതുമായിട്ട് താല്പര്യമുള്ള കുറച്ച് ടീമറോടുണ്ട്. അതായത് ഞങ്ങൾ ഫോം ചെയ്തൊരു ഗ്രൂപ്പ് തന്നെ ഇവിടെ ഉണ്ട്, ഫോട്ടോഗ്രാഫി മലയാളം ഖത്തർ എന്ന് പറഞ്ഞിട്ട്. 10,000 ഖത്തർ റിയാലാണ് 1ാം സമ്മാനത്തുക. വോഡഫോൺ ഖത്തറിൽ ജോലി ചെയ്യുന്ന അഷ്റഫ് അവധി ദിനങ്ങളിലാണ് ക്യാമറയും എടുത്ത് പുറത്തിറങ്ങുന്നത്. കൂട്ടിന് സുഹൃത്തുക്കളും ഉണ്ടാകും. പ്രകൃതിയുടെ മനോഹാരിത തേടി ഖത്തറിൽ മാത്രമല്ല വിദേശങ്ങളിലും അഷ്റഫ് ക്യാമറയുമായി അലഞ്ഞിട്ടുണ്ട്. കെനിയയാണ് പ്രധാന കേന്ദ്രം. പ്രകൃതിയൊരുക്കുന്ന കാഴ്ചകൾക്കൊപ്പം യാത്ര തുടരുകയാണ് അഷ്റഫും സുഹൃത്തുക്കളും. മീഡിയ 1 ദോഹ.